ഹലോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലമുണ്ട്, ആയന്നൂർ അമ്പലം എന്ന് പറയുന്നത്. അവിടെ അമ്പലത്തിൽ പോകുന്നതാണ്. ഉണ്ണിമോൾ അതിൻ്റെ ഒരു ആഘോഷമാണ് കാണുന്നത്. ബൈക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക്. അപ്പം പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് അവളീ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും എല്ലാവരും ഹായും ഹലോ ഒക്കെ കൊടുത്ത് പോകുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതാണ് രാവിലെ തന്നെ. ഉച്ചരിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ടാണ് ഉണ്ണിമോൾ അമ്പലത്തിൽ പോകുന്നത്. യാത്ര ഉണ്ണിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ക്യാമറ കണ്ട ഉണ്ണിമോൾക്ക് ദേഷ്യം. കുറച്ചൊക്കെ നിന്ന് തരും. ഭയങ്കര ദേഷ്യമാണ് പുള്ളിക്കാരിക്ക്. ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇതൊക്കെ. ഓരോ സ്ഥലത്തിൽ കൂടി ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു ഇതാണിത്. പുള്ളിക്കാരിൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റുന്ന ഫോട്ടോ എടുക്കലേ പറഞ്ഞിട്ട് ഫോണിൽ പിടിച്ചിരിക്കുന്ന ദേഷ്യമാണ്. അതിൻ്റെ ഒരു ഇത് രാവിലെ തന്നെ കുളിച്ചിറങ്ങിപ്പോൾ പുള്ളിക്കാരിക്ക് ചെറിയൊരു ഉറക്കമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതും കാണിക്കുന്നുണ്ട് പുള്ളിക്കാരി. ആരോ റോഡിൽ കൂടെ കണ്ടല്ലോ അവർക്ക് ഹായ് കൊടുത്തോണ്ട് പോവുകയാണ്. അങ്ങനെ സന്തോഷത്തിൽ ബൈക്കിൽ സന്തോഷമായിട്ട് പിടിക്കുന്നുണ്ട് ഇങ്ങനെ ഫോൺ നോക്കി ഇതാക്കുന്നതിനൊക്കെ. അങ്ങനെ പോകുന്നത് ഇതാണ് പനമരത്തെ വിജയ അക്കാദമി JDC ഹോസ്പിറ്റല്. ഇങ്ങനെ പനമരം എത്തിയിട്ടുണ്ട്. ഇപ്പം ഇതാണ് ഞങ്ങൾ പനമരം എത്തി. പനമരത്ത് കുറച്ചും കൂടെ പോകാനുണ്ട് കേട്ടോ. അമ്പലത്തിലേക്ക് ആയന്നൂർ എന്ന സ്ഥലത്താണ് അമ്പലം. കൈതക്കലെത്തണം. കൈതക്കലാഭാഗത്താണ് അമ്പലം. ഞങ്ങൾ പോകുന്നതിൻ്റെ ഇതാണ്. നമുക്ക് പുള്ളിക്കാരി ഓരോ കാറും ഓരോ വണ്ടിയൊക്കെ ആകുമ്പോൾ അതിൽ തൊടാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി ഏന്തി കളിക്കുന്നുണ്ട് മടിയിലിരുന്നിട്ട്. അവളെ ഫ്രണ്ടിൽ ഇരുത്താൻ വേണ്ടിയിട്ട്, ബൈക്കിന് ഫ്രണ്ടിൽ ഇരുത്താൻ വേണ്ടിയാണ് അവളിങ്ങനെ അവിടെ നിന്ന് തുള്ളി കളിക്കുന്നത്. പിന്നെ ഫോൺ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കൈ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതാട്ടോ ഞങ്ങൾ പനമരം എന്ന് പറയുന്നത്. വയനാട്ടിലെ പനമരത്താണ്. അപ്പോൾ ഇത് പനമരം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടാവും. 5-10 മിനിറ്റ് കൂടി ഉണ്ടാവും ഇനി അമ്പലത്തിലേക്ക് എത്താനായിട്ട്. അങ്ങനെ അമ്പലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ണിമോളാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് നിന്നും സർക്കസ് എങ്ങനെ കളിക്കാൻ പറ്റും നോക്കിയിട്ട് സർക്കസ് കളിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പനമരത്തിൻ്റെ ഹൈലൈറ്റ്, പനമരം പാലം. പനമരം പാലത്തിലാണ് ഞങ്ങളുള്ളത്. ആണ് പനമരം പാലം എന്ന് അറിയപ്പെടുന്നത്. പനമരം പാലത്തിൻ്റെ പാലം. അതിന് താഴെ തന്നെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. നമുക്ക് ഇതിൻ്റെ അവിടെ കുർബാന നടക്കുന്നത് കൊണ്ട് അവിടെ ഫുൾ ആൾക്കാർ വണ്ടിയും ഒക്കെ ഉണ്ട്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഉണ്ണിമോളാണെങ്കിൽ ഭയങ്കര ഗുസ്തിയാണ്. കയ്യിലിരുന്നിട്ട് വീഡിയോ എടുക്കരുത്, വീഡിയോ എടുക്കാണ്ടിരിക്കാൻ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവൾക്ക് ഫോണിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഓൾ തന്നെ ഫോൺ തട്ടിപ്പറിക്കുന്നതുകൊണ്ടാണ് ഈ ബ്ലറായി പോകുന്നത് കേട്ടോ. വീഡിയോ മുഴുവൻ ഓളിങ്ങനെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കൈതത്തിൽ പെട്രോൾ പമ്പിലെത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എന്നെ അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്രോൾ പമ്പിലേക്ക് ഇതാ കയറുന്നു. അവിടെ ഇപ്പം പെട്രോൾ അടിക്കാൻ ഉണ്ണിമോൾ ഭയങ്കര അവിടുത്തെ പെട്രോൾ അടിക്കുന്ന ചേട്ടനായിട്ട് ഭയങ്കര കമ്മി, ചേട്ടൻ ചേച്ചിയിട്ട് അവരോട് ഭയങ്കര ഇതാക്കലാണ് അവള്. നമ്മളവിടെ പെട്രോൾ അടിച്ച് തിരിക്കാൻ നോക്കുക. പെട്രോൾ അടിക്കുന്നിടത്തുനിന്ന് അവളവിടെ നിന്ന് പോകണ്ട പറഞ്ഞിട്ടാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ നിന്ന് അവരോട് വർത്തമാനം പറഞ്ഞ് ചേച്ചി കളിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ തിരിഞ്ഞിട്ടുണ്ട്. പെട്രോൾ അടിച്ചിട്ട് നമ്മൾ പോകുന്നതാണ്. അമ്പലത്തിലെത്താനായിട്ട് കുറച്ചും കൂടെ ഉള്ളൂ അമ്പലത്തിലെത്താനായിട്ട്. ഇനി അധികമൊന്നുമില്ല അമ്പലത്തിലെത്താൻ. ഇതാണ് പനമരം KCB. അമ്പലത്തിലേക്ക് അങ്ങോട്ട് വളവ് തെറ്റിയിട്ടുണ്ട്. ഇത്തിരി കഴിഞ്ഞാൽ അമ്പലത്തിലെത്തും.
ഇത് ഉള്ളിലോട്ടൊക്കെയാണ് അമ്പലം. അമ്പലത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഉണ്ണിമോളൊന്ന് സെറ്റാക്കുന്നതാണ്. ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അപ്പം ഉണ്ണിമോൾക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പം മൂക്കൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവൾ സമ്മതിക്കുന്നില്ല. അച്ഛനും മോളും കൂടെ മൂക്ക് തുടയ്ക്കുന്നതിൻ്റെ ഇതാണത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇനി നമുക്ക് തൊഴുത്ത് കഴിഞ്ഞിട്ട് കാണാം എന്താണ് ഉണ്ണിമോളെ വിശേഷം നമുക്ക് നോക്കാം. അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഹെയർ ബാൻഡ് വെക്കാനൊന്നും ഉണ്ണിമോൾ സമ്മതിക്കുന്നില്ല. ഉണ്ണിമോൾക്ക് തലയിൽ തൊടാൻ പാടില്ല. അങ്ങനെ അപ്പുറത്തത് ആൾക്കാർ കൈയൊക്കെ കഴുകി മുഖമൊക്കെ വെള്ളം കുടയുന്നൊക്കെ ഉണ്ട്. അത് അച്ഛനും മോളും കൂടെ നടന്നു പോവാണ് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് അമ്പലത്തിന് മുൻഭാഗം കേട്ടോ. ആര്യന്നൂർ അമ്പലത്തിൽ നിന്ന് ചെരിപ്പൂരി അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ ചെറിയ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടിയതൊക്കെ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഉൾഭാഗം കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചുവരാൻ അതിനൊന്നും അമ്പലത്തിൽ നിൽക്കാൻ തോന്നിയിട്ടില്ല. വേഗം തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പം അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നു. ഉണ്ണിമോളിങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നുണ്ട്. അവളെ ഇരുത്താത്തതിൻ്റെ ദേഷ്യമാണ്. അപ്പോൾ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കണം എന്നോട്. അങ്ങനെ നമ്മൾ പനവരത്തിയിട്ട് ചെറിയ ഞായറാഴ്ചയല്ലേ അപ്പോൾ ബീഫ് വാങ്ങാൻ വേണ്ടി പോകുന്നതാണിത്. ബീഫ് വാങ്ങാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന ഭാഗമാണിത്. കുറച്ച് തിരക്കുണ്ട് അവിടെ ബീഫ് വാങ്ങുന്നിടത്ത്. അപ്പോൾ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പം അങ്ങനെ അറിയുന്നവരൊക്കെയാണ് ഇതൊക്കെ. എന്താക്കി നമ്മളിങ്ങനെ ബീഫ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഭാഗമാണിത്. അങ്ങനെ ബീഫൊക്കെ വാങ്ങി നമ്മൾ വീണ്ടും നമ്മളെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവുക. ബീഫ് കറി വെക്കേണ്ട അവസ്ഥയാണ്. ഞായറാഴ്ച ആയപ്പം ബീഫൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വീട്ടിലേക്ക് പോവുക. ഈ ഉണ്ണിമോൾക്ക് ചെറിയൊരു ഇതായിട്ടുണ്ട്, ഉറക്കം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ അതിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. ഇങ്ങനെ ഇതാണ് പനവര സെൻറ്റ് ജൂഡ് പള്ളി. ഇങ്ങനെ നമ്മൾ പോയിട്ട് നമ്മൾ വന്ന വഴി കൂടിയല്ല കേട്ടോ തിരിച്ച് നമ്മൾ പോകുന്നത്. ഇത് കരിമ്പുമ്പ വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. വന്ന് നമ്മൾ പനവര നീരട്ടാടി വഴി കൂടി തിരിച്ച് പോകുന്നത് കൽപ്പറ്റ റോഡിൽ കരിമ്പുമ്പ വഴി കൂടിയാണ് കേട്ടോ നമ്മൾ തിരിച്ച് പോകുന്നത്. നമ്മൾ വന്ന വഴി കൂടിയല്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ വന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ഇടവഴി കേട്ടോ. ഇത് മുകളിൽ കയറുന്ന ആദ്യം ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ അത് കണ്ടെത്തിയിട്ട് ഓരോ ഇഷ്ടമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഉണ്ണിമോൾ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഉണ്ണിമോൾക്ക് അതിൻ്റെ സന്തോഷമാണ് ഫ്രണ്ടിലെത്തിയാണ്ട്. ഫ്രണ്ടിലാണ് ഉണ്ണിമോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആൾ. അതിങ്ങനെ നമ്മൾ പോവുക. ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ചെറിയൊരു വഴി. ഇതിൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ ആശ്രട്ടപ്പ വില്ലേജിൻ്റെ അടുത്തെത്തി. അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ടെത്തിയാൽ അവിടത്തെത്തി. അങ്ങനെ പോയിട്ട് നമ്മളെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. കുറച്ചും കൂടെ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മളെ വീടെത്തി. അപ്പോൾ നമ്മൾ പീപ്പിൾസ് വില്ലേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മളെ വീട്ടിലേക്ക് പോവുക. ഇതാണ് നമ്മളെ ഗേറ്റ് കടന്ന് നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു രീതിയിലാണ്. ഉണ്ണിമോൾക്ക് വീടെത്താനായതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. തിരുനാലല്ലേ മുമ്പിലിരിക്കാൻ പറ്റിയിട്ടുള്ളൂ ബൈക്കിൻ്റെ. പുള്ളിക്കാരി ഫ്രണ്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മുമ്പിലിരിക്കണം ഇരുന്നതിൻ്റെ ഒരിത്. ഇതൊരു ചെറിയൊരു ഗാർഡനാണ് കേട്ടോ. ഇതാണ് നമ്മളെ വീട്ടിലെത്തിയതാ. 2 വീടും കൂടെ കഴിഞ്ഞ് നമ്മുടെ വീടായി. നമ്മളതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഉണ്ണിമോൾ ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചിട്ട് ഇങ്ങനെ ബൈക്കിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. അവളെ വിളിച്ചിട്ട് വരുന്നില്ല. ബൈക്കിൽ തന്നെ ഇരിക്കുക. ആര് വിളിച്ചിട്ട് അവൾ വരുന്നില്ല. അച്ഛനൊക്കെ അവളെ വിളിക്കുമ്പോൾ അവൾ വരുന്നില്ല. പക്ഷെ അവിടെ തന്നെ ഇരിക്കുക. ഞങ്ങൾ അമ്പലത്തിനടുത്ത കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അമ്പലത്തിനടുത്ത ഫോട്ടോസാണ്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.